ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയോടെ ഗൾഫ് രാജ്യങ്ങൾ ചരക്ക് കപ്പലുകളും എണ്ണ ടാങ്കറുകളും കടത്തിവിടാനുള്ള തീരുമാനം ഗൾഫിലെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തും. ചരക്കു നീക്കം സജീവമാകുന്നതോടെ യുഎഇയിലെ നിർമ്മാണ വാണിജ്യ മേഖലകൾക്കും പുതുജീവൻ ലഭിക്കും. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നതായുള്ള ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രഖ്യാപനത്തിൽ ലോകത്ത് ഏറ്റവും അധികം ആശ്വാസം കൊള്ളുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. യുഎഇ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ തുറമുഖങ്ങളിൽ നിന്നുമുള്ള ചരക്ക് നീക്കവും ഇന്ധന നീക്കവും ഇതോടെ ശക്തമാകും. ഗൾഫിലെ തുറമുഖങ്ങളിൽ നൂറുകണക്കിന് ചരക്ക് കപ്പലുകൾ ആഴ്ചകളായി കെട്ടിക്കിടക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപം മാത്രം 800-ലധികം ചരക്ക് കപ്പലുകളും എണ്ണ ടാങ്കറുകളും കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹോർമൂസ് തുറക്കുന്നതോടെ ഇന്ത്യയടക്കമുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേഗത്തിലെത്തും. യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയും എത്തിത്തുടങ്ങും. ഇതോടെ സാമ്പത്തിക രംഗം കൂടുതൽ ശക്തിപ്പെടുമെന്ന ആശ്വാസത്തിലാണ് GCC രാജ്യങ്ങൾ. അതേസമയം രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാൻ നടത്തിയ തന്ത്രപ്രധാന നീക്കമാണ് ഹോർമൂസ് തുറന്നതെന്ന വിലയിരുത്തലുമുണ്ട്. ലെബനോണിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ ഹോർമൂസ് തുറക്കാമെന്നായിരുന്നു ഇറാന്റെ നിലപാട്. രണ്ടാംഘട്ട ചർച്ചയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ ഹോർമൂസിൽ ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.